ഹിലാരി സിസ്റ്റേഴ്സ്. ഞങ്ങൾ ആദ്യം കൊയറിലാണ് പാടി തുടങ്ങിയത്. എനിക്കൊരു 19 years ഒക്കെ ഉള്ള സമയത്ത് നമ്മളൊരു ബാൻഡൊക്കെ ആ സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം തൊട്ട് അത് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കൂട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം അട്ടത്തിടിക്കിയും തൃശ്ശിവ പേരൂരും ലക്ഷത്തരുത്തുകൾ ഒത്തിരി വേറെയും. പഠിക്കാൻ കുറച്ച് ടൈം അരിപെറുക്കിയായിരുന്നു. ലിറിക്സ് ഒക്കെ വരുമ്പോ കുറച്ച് തൃശ്ശിവ പേരൂരും ലക്ഷത്തുരുത്തുകൾ പറയാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു. ബേബി 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 മൊത്തം സ്ട്രെച്ചിൽ നിങ്ങളെ വോയിസ് തന്നെയായിരുന്നു, കൊച്ചുകുട്ടിയുടെ വോയിസ് അല്ലായിരുന്നു. അത് ഇവളാ ഹിനിത ആക്ച്വലി ഡബ് ചെയ്യായിരുന്നു കാർട്ടൂൺസിനൊക്കെ വേണ്ടിയിട്ട്. നേരത്തെ ഡബ്, ഇപ്പോഴും അവൾക്ക് അങ്ങനെ ചെറിയ ശബ്ദമാണ്, അത് പാടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ അവളാണ് ബേബിയുടെ ഫസ്റ്റ് അത് പാടിയേക്കണേ. പനിച്ചു പനിച്ചു കിടക്കട്ടെ, ചുമച്ചു ചുമച്ചു മരക്കട്ടെ, പതുക്കെ പതുക്കെ മുടിയട്ടെ തൊലയട്ടെ. ചെറുപ്പത്തിലേക്ക് നമുക്ക് ബാൻഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബാൻഡിൽ വീട്ടിൽ വെക്കുമ്പോ അപ്പൊ ബോയ്സ് ആണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഹിലാരി വീട്ടിൽ പോക്കിയാലും കുറെ അമ്പിള്ളേരൊക്കെ അങ്ങനെ ഒരു ഡയലോഗ്. എന്തൊരു കണ്ണടെ ചങ്കി കുത്തി ട്രിവാൻഡ്രം സ്ലാങ്ങിലായതുകൊണ്ട് നമുക്കറിയില്ലോ, നമ്മള് എറണാകുളമാണ്. അപ്പൊ ഞങ്ങള് ജസ്റ്റിൻ ചേട്ടനും അൻവർ അലിക്കയും കൂടെ ഇരുന്ന് ഇതിന്റെ സ്ലാങ് ഒക്കെ ഒരുപാട് പറഞ്ഞു തന്നു. അപ്പൊ തോട്ടിലെന്ന് പറഞ്ഞ തോട്ടില് വീണ് എന്നൊക്കെ പാടിയ ചോരത്തോടെ തോട്ടില് വീണ് മുങ്ങി മരിക്കല്ലേ. ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയില്ല, ജസ്റ്റ് ഇവര് പാട്ടിൽ തന്നെ പറയാം. എന്റെ കൂടെ ഹായ്, ഞാൻ ഹിംന ഹിലാരി, അനിമേറ്റർ ആണ്. ഹായ്, ഞാൻ ഹിനിത ഹിലാരി, ഞാൻ ഡയറ്റീഷ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഡയറ്റ് കൺട്രോളിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ തുടങ്ങണം. ഇപ്പൊ അത് വേണ്ട, അത് മാത്രം ചോദിക്കരുത്. പാട്ട് പാടി തുടങ്ങാം. നിങ്ങളെ ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് ചലിയറാണിയാണ് അല്ലെ? അതിന്റെ ഒരു ചെറിയ ബിറ്റ് പാടി തുടങ്ങിയാലോ. കണ്ണടയ്ക്കുന്നില്ലേ കാട്ടുമല്ലിപ്പൂവേ, കണ്ണുവറ്റോ പൊന്നെ ഭൂതമാനം മെല്ലെ, തൊട്ടുത്തൂവൽ ചെമ്മേ തൊട്ടത്തെന്നിൽ പിന്നെ തമ്മിൽ തമ്മിൽ തല്ലേ കണ്ണിറുക്കി നിന്നെ, ഉലകം വെച്ചേതടാ ഉറക്കം കെടുത്തിട്ടതാ ഒടിഞ്ഞ പൂക്കും വില കൂട്ടുന്ന കിളി നീ സുല്ലേ യഹി അമ്പർ പർമേറെ സ്വപ്നത്തിൻ വരവായെന്ന് കനവെല്ലാം നിജമാകുന്നേ മനെ കാറാണി മുജേ. ഓ ചലിയറാണി, അത് അവിടുന്ന് വന്നല്ലേ ചലിയറാണി. ഈ പാട്ട് വന്ന വഴി മുഴുവൻ അറിയണം നമുക്ക്. ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറേ നാളുകളായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ലിമിറ്റേഷൻസ്, ഈ പറഞ്ഞ പോലെ ഞാൻ അനിമേറ്ററാണ്, അപ്പം എനിക്ക് ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹിനിതയാണെങ്കിൽ പഠിക്കുമായിരുന്നു ഡയറ്റീഷ്യൻ. അപ്പോൾ നമുക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എബിൻ പള്ളിച്ചാൻ എന്ന് പറഞ്ഞിട്ട് എബിൻ ചേട്ടൻ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ നമ്മുടെ ഒരു മ്യൂസിക് മെൻറ്ററാണ്, നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ബ്രദറിനെ പോലെയുള്ള ഒരാളാണ്. അപ്പോൾ എബിൻ ചേട്ടൻ ഇപ്പോൾ കാനഡയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് സജീവ് എന്ന് പറഞ്ഞിട്ട് ആളാണ് ലിറിക്സ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ലിറിക്സ് ഒക്കെ ഫുൾ ലിറിക്സ് അങ്ങനെ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു തീം, എന്താ പറയുക, ഒരു ഗേൾസ് വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആണ് എല്ലാ ഗേൾസിൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡൻസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് ക്ലീശയായി പോകുമെന്നും അറിയില്ല, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഡിഫറെൻ്റ് ആക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എബിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്കിങ്ങനെ സീരിയസ് ആയിട്ടൊന്നും വേണ്ട, ഒരു ഫണ്ണ് അല്ലെങ്കിൽ എന്താ പറയുക കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നുന്ന, അതെ അത്രയും മതി, അങ്ങനെയുള്ള ഒരു പാട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു. ഒരു എവറി വിമൻ ആർ ക്യൂൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രേറ്റിംഗ് വിമൻഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു തീമിലേക്ക് എത്തിയത്. നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ, അതായത് സ്റ്റേജ് പെർഫോമൻസിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ എങ്ങനെയായിരുന്നു നിങ്ങളെ ഒരു ബാൻഡിന്റെ വളർച്ച, ആ ഘട്ടങ്ങൾ? സത്യം പറഞ്ഞാൽ ഞങ്ങള് ചെറുപ്പത്തിലോട്ട് എനിക്കൊരു 19 years ഒക്കെ ഉള്ള സമയത്ത് നമ്മളൊരു ബാൻഡൊക്കെ ആ സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിയുന്തോറും അതൊന്നും ഇപ്പം ഇല്ല, ആളുകളൊന്നും നമ്മളായിട്ട് കോണ്ടാക്ട് ഇല്ല.
പക്ഷെ അന്നേരം തൊട്ട് അത് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ആ സമയം തൊട്ട് തന്നെ ചെറിയ പാട്ടുകൾ. അപ്പൊ ഞങ്ങൾ ആദ്യം കൊയറിലാണ് പാടി തുടങ്ങിയത്, പള്ളിയിലാണ്. ഇപ്പൊ പാടാൻ പറ്റുമോ? പിന്നെന്താ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഓക്കെ, അങ്ങനെ കൊയർ സോങ്ങുകളിൽ നിന്ന് നമ്മൾ പെർഫോമൻസ് സ്റ്റേജസിലേക്ക് വരികയാണ്. കൂടുതലും നിങ്ങൾ നല്ല അടിപൊളി പാട്ടുകളും പാടുന്നുണ്ട് അല്ലേ? ആ കൂട്ടത്തിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു വാമധുരെ, അതൊന്നും ഇപ്പോ കറണ്ട് പാടോ? ഉറപ്പായിട്ടും പാടാം. ഞങ്ങള് സന്തോഷ് നാരായണൻ സാറിന്റെ ഭയങ്കര ഫാൻസാണ്. ഏത് പാട്ട് ഇറങ്ങിയാലും നമ്മള് എപ്പോഴും കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്ന പാട്ടുകളാണ് സന്തോഷ് നാരായണൻ സാറിന്റെ. ശക്തി ശ്രീഗോപാലന്റെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആള് പറഞ്ഞിട്ടുണ്ട്, സന്തോഷിന് എന്തെങ്കിലും ഒരു ചെറിയ ബിറ്റ് ശബ്ദം കിട്ടിയാൽ അത് മ്യൂസിക് ആക്കി കളയുന്നു, അങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക് സെൻസ് പറയുമ്പോൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്തായാലും മാമധുര അന്നക്കൊടി വാമദിനി അന്നറടി മരുതാ മെച്ചോ അന്നക്കൊടി വാമദിനി നല്ല കൊട്ട് അടി. മാമധുര അന്നക്കൊടി വാമദിനി അന്നറടി മരുതാ മെച്ചോ അന്നക്കൊടി വാമദിനി നല്ല കൊട്ട് അടി. ഏ പട്ടാസ് വാരാസ് വെള്ളാസ്. സിസ്റ്റർ സീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ സിസ്റ്റർ ഞാനും ഒന്നിച്ച് പെർഫോം ചെയ്യായിരുന്നു പണ്ട്. അപ്പം ഞാൻ വരി തെറ്റിക്കും, ആള് കറക്റ്റ് ആയിട്ട് പാടും. ഞാൻ പിന്നെ ഓഡിയൻസിലൊക്കെ പോയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പൊ ആള് പക്ഷെ സ്റ്റേജിലെല്ലാം കറക്റ്റ് മാനേജ് ചെയ്യും. പക്ഷെ വരി തെറ്റി എന്ന് പറയുമ്പോൾ എന്റെ മുഖത്ത് വരി തെറ്റിയ ഭാവമേ ഉണ്ടാവില്ല. ഞാൻ എന്താണ് തെറ്റിയത് അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. ആള് പക്ഷെങ്കിൽ എന്റെ കൂടെ സിംഗ് ആവും. ഓക്കെ, ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യണം. സിസ്റ്റർ കോമ്പിനേഷൻ എപ്പോഴും ഒരാള് ഓക്കെ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഓക്കെ ഞാൻ ശരിയാക്കി പാടിയെന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുന്നത്? അത് ചേച്ചിയായിരിക്കും. കാരണം ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോ കൂടുതലും തെറ്റിക്കുന്നത് അല്ലല്ല ചേച്ചിയാണ് വിട്ടുതരുന്നത്. തെറ്റിക്കുന്നത് ഞാനാണ്. കാരണം ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അല്ല ഇത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കവേഴ്സ് ഇടുന്നതും കുറവാണ്, ഒരുമിച്ച് പാടി ഇടുന്നതും കുറവാണ്. ഒരുമിച്ച് പാടുന്ന സമയത്ത് ഇവള് ഓക്കെ ആയിരിക്കും, പക്ഷെ ഇവള് പറയാ അയ്യോ ഇടയ്ക്ക് വെച്ച് തെറ്റിച്ച് കളയും. അപ്പൊ പിന്നെ റിപ്പീറ്റ് ഒരു 10-15 ടേക്ക് എടുത്ത് കഴിയുമ്പോ ഞാൻ ടയേർഡാവും. അപ്പൊ ഞാൻ പറയും മതി നിർത്തിക്കും. അങ്ങനെ അത് അവിടെ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോൾ ഒറ്റക്കൊറ്റക്ക് പാടണം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം പാടിയാലും മതി വരാത്തൊരു പാട്ടുണ്ടാവും എല്ലാവർക്കും. ചിലപ്പോ ഒരു ക്രൗഡ് കേട്ട് മതിയായിട്ട് പറയും ഇത് എത്രാമത്തെ പ്രാവശ്യം പാട്ടൊക്കെ മാറ്റി പിടിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, ഏറ്റവും ഫേവറേറ്റ് ഒരു പാട്ട് അല്ലെങ്കിൽ പാടാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട്. അടിമഴை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டாய் உன் ஆடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சினிக உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க உன் ஜென்மங்களின் ஏக்கங்கள் தீரும். ऐसे क्यों कुछ तो लिखती हो लिख के मिटाती हो मैं रात भर. ऐसे क्यों बातें खुद की ही खुद से छुपाती हूँ मैं आजकल. पर ये सब सोचना दिल को यूं खोलना सब कुछ के कहे सबको बताना ज़रूर है क्या. ऐसे क्यों हाँ
क्यों हाँ क्यों वो कुछ बोलना ऐसे क्यों हाँ क्यों हाँ क्यों वो कुछ बोलना. നൈസ്. ഓക്കെ, നമ്മള് ഏത് മൂഡ്? ഓണം മൂഡ്. എങ്ങനെ ഓണം മൂഡിലെത്തിയ, എങ്ങനെ ഉണ്ടായിരുന്നു ആ റെക്കോർഡിംഗ് ടൈമിലുള്ള മൂഡ്? ആൻഡ് വിച്ച് മൂഡ് ഇൻ യു റൈറ്റ് നൗ? ഇതും കൂടെ ഞങ്ങളിപ്പോ നല്ല ഹാപ്പി മൂഡ്. അതുല്യയുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ എങ്ങനെയാ ഓണം മൂഡിലേക്ക് എത്തിപ്പെടുന്നത്? ഓക്കെ, ഓണം മൂഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിപിൻ അശോക് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ പാട്ട് ഇതിനു മുന്നേ നമ്മൾ വട്ടേപ്പം സോങ്ങിൻ്റെ കോറസ് നമ്മളാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് ചേട്ടനോടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ചേച്ചി കുറച്ച് പാട്ടുകളൊക്കെ ട്രാക്ക് പാടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഓണം മൂഡിൻ്റെ ട്രാക്ക് പാടാനായിട്ട് ചേച്ചിയാണ് പോയത്. അതിലെല്ലാ പാട്ടുകളും ട്രാക്ക് ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് പാടാൻ ചെന്നപ്പോൾ ഇങ്ങനെ ചേട്ടനൊരു ഓപ്ഷൻ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർ കൂടി പാടിക്കൂടെ, ഇപ്പോൾ ബേബി കഴിഞ്ഞിരിക്കുമായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് പാടിക്കൂടെ എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു. അങ്ങനെ ആ പോർഷൻ ഒന്ന് ഇപ്പൊ പാടാം. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തൊടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കൂട്ടപ്പൊലിപ്പില് കൊട്ടയം പട്ടണം വട്ടത്തിടുക്കി തൃശ്ശൂർ പേരൊരു മൊത്തക്കരകളും. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തൊടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കൂട്ടപ്പൊലിപ്പില് കൊട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൊരു ലക്ഷത്തെരുത്തുകൾ ഒത്തിരി വേറെയും. ഇത് ഈ പറഞ്ഞ പഠിക്കാൻ കുറച്ച് ടൈം എടുത്താ? അരി പെറുക്കിയായിരുന്നു. നല്ല രീതിയിൽ ലിറിക്സ് ഒക്കെ വരുമ്പോ കുറച്ച് പഠിച്ചെടുക്കാനായിട്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ പേരൂരും ലക്ഷത്തുരുത്തുകൾ പറയാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു. ഒരുപാട് ഡിഫറെന്റ് മ്യൂസിക് കമ്പോസേഴ്സിന്റെ ഡയറക്ടേഴ്സിന്റെ കൂടെ മ്യൂസിക് സീൻസിൽ നിങ്ങൾ ഇടപെട്ടപ്പോ അല്ലെ, ഓരോ ആളുകളും വ്യത്യസ്തരാണോ? എങ്ങനെയുണ്ട് ഓരോ അനുഭവങ്ങളും? ഇപ്പൊ ജസ്റ്റിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമുള്ളൊരു അനുഭവമാണെന്ന് രശ്മി സതീഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഓരോ അനുഭവങ്ങളും പറയാമോ? വർക്കിംഗ് അനുഭവങ്ങൾ. കുറെ ക്ഷമയൊക്കെ ഉള്ള ആളാണോ ഈ പറഞ്ഞതുപോലെ? ജസ്റ്റിൻ ചേട്ടന്റെ എല്ലാ റെക്കോർഡിംഗ് സെഷനും ലൈക്ക് ഭയങ്കര എക്സ്പെരിമെന്റൽ ആണ്. ഒരു മ്യൂസിക് സ്കൂള് പോലെയാ. ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങള് ബേബി പാടിയ സമയത്തൊക്കെ ആണെങ്കിലും അതിൽ ഡിഫറെന്റ് പിള്ളേരുടെ ശബ്ദത്തിലും ഡിഫറെന്റ് ടെക്സ്റ്ററിലാണ് പാടിയിരിക്കുന്നത്. ആ മെയിൻ പോർഷൻ കുറച്ച് അമ്മമാരുടെ മീൻസ് പ്രായമുള്ളവരുടെ അങ്ങനത്തെ ഒരു ടോണിൽ പാടാനാ പറഞ്ഞത്. അപ്പൊ പല പല സെക്ഷൻസിലും പല പല സൗണ്ടുകൾ എടുക്കേണ്ടി വരും ഞങ്ങൾക്ക്. ആദ്യം ബേബി തുടങ്ങുന്ന കൊച്ചു പിള്ളേരുടെ പോലെ, അത് കഴിഞ്ഞൊരു ഡയലോഗ് മുടിഞ്ഞോടി എന്നുള്ള സാധനം. മൊത്തം സ്ട്രെച്ചിൽ നിങ്ങളുടെ വോയിസ് തന്നെയായിരുന്നു? കൊച്ചുകുട്ടിയുടെ വോയിസ് അല്ലായിരുന്നു? അത് ഇവളാ ഹിനിത ആക്ച്വലി ഡബ് ചെയ്യായിരുന്നു കാർട്ടൂൺസിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ ഡബ്. ഇപ്പോഴും അവൾക്ക് അങ്ങനെ ചെറിയ ശബ്ദമാണ്. അപ്പൊ അവളാ അത് പാടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ അവളാണ് ബേബിയുടെ ഫസ്റ്റ് അത് പാടിയേക്കണേ. അത് കഴിഞ്ഞ ഡയലോഗ് ഞങ്ങൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡയലോഗ് പറയുന്ന സമയത്ത് ഹിനിതനെ കൊണ്ട് കുറെ പറയിപ്പിച്ചു. ജിത്തു മാധവ് ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ലാസ്റ്റ് സെഷനില് ജിത്തു മാധവൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഹിനിത മൊത്തം പേടിച്ചു. പേടി അങ്ങനെയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഹിനിത കൊറേ ട്രൈ ചെയ്തിട്ട് സെറ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ ഇവളെ കണ്ട് പാവം തോന്നിയിട്ടൊക്കെ ചേട്ടാ ഞാനൊന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് പറഞ്ഞു. അതിനേക്കാളും കൊളായ. അപ്പൊ പക്ഷെ ആരുടെയാണ് വോയിസ് എടുത്തിട്ട് അറിയില്ല. അത് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ശരിക്കും നമ്മളിപ്പോ സിസ്റ്റേഴ്സ് എല്ലാം പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ ഹാർമോണി പാടുമ്പോൾ ആരാ പാടുന്നത് കൺഫ്യൂഷൻ ആളുകൾക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല ആരുടെ വോയിസ് എടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴും അതൊരു മിസ്റ്ററി. ചേട്ടന് മാത്രം അറിയാം, ജസ്റ്റിൻ ചേട്ടന് മാത്രം അറിയാം. ഞങ്ങൾ ചോദിച്ചിട്ടില്ല. നമുക്കൊരു മിസ്റ്ററി പോലെ ചോദിക്കാം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് സോങ് ആരാ? വെസ്റ്റേൺ പാടുന്ന ആള് ഹിനിതയാണ്. പാടാറുണ്ട്. Kissy face, send to your phone, but I'm trying to kiss your lips for real. Red hearts, that's what I'm on, yeah. Come give me something I can feel. Oh, don't you want me like I want you, baby? Don't you need me like I need you now?
sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the Apachapachu, Apachapachu, Apachapachu. അവിടെയാണ് അവള് പച്ച പിടിച്ചത്. അതെ. മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് പെർഫോമൻസ് എല്ലാം ഓർത്ത് വെച്ചിരിക്കാൻ. എനിക്ക് ഈ സ്റ്റേജിൽ കയറിയ ലിറിക്സ് തെറ്റിക്കൽ ഇത്തിരി കൂടുതലാണ്. നെർവസ് നെർവസ് ആവുമ്പോൾ ഞാൻ ലിറിക്സ് തെറ്റിക്കും. അപ്പോൾ ഒരു കോമ്പറ്റീഷന് പോയിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് പകുതിക്ക് അതായത് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനാ. അപ്പോൾ അവിടെ വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല, മര്യാദക്ക് പാടിയ പ്രൈസ് കിട്ടും. ഞാൻ അവിടെ കയറി കൊളവാക്കി നേരെ ഇറങ്ങി പോന്നു. പല്ലവി മാത്രം പാടിയോളൂ. എന്നിട്ട് ഭയങ്കര സിമ്പിൾ സോങ് ആയിരുന്നു. പല്ലവി 4 വരി എനിക്ക് ഓർമ്മയില്ല, പാട്ട് ഓർമ്മയില്ല. ഞാൻ കൊളമാക്കി ഇറങ്ങി പോന്നു. എന്നിട്ട് എൻ്റെ ടീച്ചർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ അവിടെ എങ്ങനെയോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് മോള് എന്തോ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, തനിക്കൊരു സ്റ്റേജിൽ പോലും മര്യാദക്ക് പാടാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. കമ്മിങ് ടു ദ ബാൻഡ്, എങ്ങനെയാണ് നിങ്ങളുടെ ബാൻഡിന്റെ കറന്റ് സ്റ്റാറ്റസ്? ബാൻഡ് ഹിന്ദി ടേപ്സ് എന്നാണ് ബാൻഡിന്റെ പേര്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 to 4 months ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഷോ ചെയ്തിട്ട് അത്ര ആയിട്ടുള്ളൂ. അപ്പം അതിനുവേണ്ടി കുറേ നാളായി. ഈ പറഞ്ഞ പോലെ ഇതും ബാൻഡും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്ര നാളെന്ന് വെച്ചാൽ ഞങ്ങൾ വേറൊരു ബാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം ഈ ഒരു കോംബോ തന്നെ പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഷോ നമ്മൾ ചെയ്തായിരുന്നു, ഈ 2 മാസം മുന്നേ ചെയ്തായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ നല്ല ഒരു ചെറിയൊരു ക്രൗഡായിരുന്നെങ്കിൽ പോലും നല്ലൊരു സക്സസ്ഫുൾ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു 2 hours ആളുകളെ എങ്ങനെ പിടിച്ചു നിർത്തും, നമുക്കറിയില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധാരണ ചെയ്യുമ്പോൾ വെച്ചാൽ വേറെ സിംഗേഴ്സ് ഉണ്ടാവും നമ്മുടെ കൂടെ. ഇത് ആ ഷോ മൊത്തം നമ്മൾ തന്നെ കൊണ്ടുപോകലാണ്. അപ്പം ഹിനിതയുടെ ഇത് കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങളിത് എങ്ങനെ കൊണ്ടുപോകും 2 മണിക്കൂർ. അപ്പം ഇത് ഓർത്ത് തന്നെ 2 മാസം മുന്നേ തന്നെ ഓർത്ത് ടെൻഷനായിരുന്നു. ആ 2 മാസത്തിൽ എങ്ങനെ ചെയ്യും എന്നാലോചിച്ചുള്ള ടെൻഷൻ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് നന്നായിട്ട് തന്നെ വന്നു, നല്ല രീതിയിൽ വന്നു. ഭയങ്കര സക്സസ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഇനിയും നമ്മൾ ബാൻഡ്സ് ചെയ്യണം എന്നുണ്ട്. ഇത്ര നാള് നമ്മള് ലൈവ് ഷോസിലോട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും ഈ ഒരു റെക്കോർഡിങ് അങ്ങനെ തന്നെ പോയേക്കുന്നത്. ഇനി ഈ ഒരു ചോദ്യം ചോദിക്കാൻ പാടുള്ള ചോദ്യമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ചോദിക്കുന്ന ചോദ്യമായിട്ടാ. ട്രാക്ക് പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ബേബി ഏത് പാട്ടാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സോങ്സ് ഉണ്ട്. എന്നാലും 1-2 പാട്ടെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ട്രാക്ക് പാടിയത് അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമയിൽ ഉള്ളേരിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഷൂട്ടൊക്കെ ചെയ്തത് എൻ്റെ പാട്ട് ട്രാക്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാടിയ കൊള്ളായിരുന്നു, അയ്യോ കൊള്ളായിരുന്നു എന്ന് പറയുന്നില്ല, എന്നാ ഇഷ്ടമുള്ള പാട്ട്. അതുപോലെ ഈ സാഹസത്തിലെ കൊക്കെല്ലാം പറന്നു പോയെന്നുണ്ട്, പുതിയൊരു പറന്നു പോയി അതിന്റെ ട്രാക്ക്. കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും വരക്കിട്ടും തിന്നുന്ന കൊക്ക് തികുതേ അതിലൊരു വെള്ളക്കൊക്ക് തവിട്ട് കൊക്ക് അതിനോട് നമുക്കിപ്പോ പോവേണം വലിയൊരു മരത്തിന്മേൽ വലിയൊരു മരത്തിന്റെ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടും വച്ചിരിക്കും കൊക്കേ തികുതേ. അപ്പം നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പൊ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും യൂണിവേഴ്സ് നടത്തി തരുമെന്നുള്ളതിൽ ആർക്കും ഈ കാലഘട്ടം കൊണ്ട് ആ സംശയം മാറി കിട്ടിയിട്ടുണ്ടാവും എന്തായാലും. അപ്പൊ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്ന കുട്ടികളാണ്, നിങ്ങളുടെ കയ്യിൽ ഡെപ്ത് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ സ്കിൽസ് ഉണ്ട്. സോ എങ്ങോട്ടാണ്, എവിടത്തേക്കാണ് നിങ്ങളെ ബാൻഡിന്റെ പോക്ക്? ഇനി ഇൻ ഫ്യൂച്ചർ ഒരു 5 വർഷത്തിനുള്ളിൽ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ, ഞങ്ങൾ ബാൻഡ് പെർഫോമൻസ് അങ്ങനെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്സ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്സ് ഇറക്കണം, വെറൈറ്റി കൈൻഡ് ഓഫ് പാട്ടുകൾ ഇറക്കണം എന്നാണ് ആഗ്രഹം. അതിന്റെ കൂടെ തന്നെ ലൈവ് ഷോസും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ ഇനി എനിക്ക് വട്ടയപ്പം പാടിത്തരാമോ? വട്ടയപ്പം സോങ്ങിന്റെ കോറസ് ഞങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് കേട്ട സമയത്ത് ഉറപ്പായിട്ട് ഹിറ്റാവുന്ന ഉള്ള കാര്യം ഉറപ്പായിരുന്നു. ഞങ്ങളിപ്പോൾ ബിബിൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത് ഹിറ്റാണ്, ക്രിസ്മസ്. അതുപോലെ ഓണം സോങ് ആണെങ്കിലും ഓണത്തിന്റെ പാട്ട് ഇപ്പം ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ഇത് ഓണം കൂടെ കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞാൽ അതും ഹിറ്റായിരുന്നു. അപ്പോൾ വട്ടയപ്പത്തിന്റെ പാട്ട് ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് പാടിയ പാട്ടാണ്.
വട്ടേപ്പം എന്തെങ്കി താട്ടെ ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ, വട്ടേപ്പം എന്തെങ്കി താട്ടെ ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ. പോകാൻ അയച്ചില്ല. നമുക്കിപ്പോ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതുപോലെ നമ്മളെ വീട്ടിലെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒബ്വിയസ്ലി ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. നാട്ടിലെ സപ്പോർട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടിയോ, ചിറക് വിരിക്കുന്നത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും അത് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നതാണല്ലോ. സ്ട്രഗിൾസ് ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. നാട്ടുകാരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അടുത്തറിയാവുന്ന നമ്മുടെ നെയ്ബർഹുഡിലുള്ള ആളുകളൊക്കെ ഒരുപാട് ഇപ്പോഴും സപ്പോർട്ടാണ്. ഇപ്പോഴും എന്തെങ്കിലും പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും അവർ ഭയങ്കര പ്രൗഡാണ് നമ്മളെ കുറിച്ചിട്ട്. പക്ഷേ കുറച്ച് ആളുകൾ അറിയാലോ, എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഞങ്ങള് ചെറുപ്പത്തിൽ ഞങ്ങൾ 3 പെൺപിള്ളേരാ. അപ്പോൾ വീട്ടില് പറഞ്ഞ പോലെ 19-20 ആ സമയത്തൊക്കെ ചെറുപ്പത്തിലേക്ക് നമുക്ക് ബാൻഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബാൻഡില് വീട്ടിൽ വെക്കുമ്പോ അതന്നെ അപ്പൊ ബോയ്സ് ആണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഹിലാരി വീട്ടിൽ പോക്കിയാലും കുറെ ആമ്പിള്ളേരൊക്കെ അങ്ങനെ ഒരു ഡയലോഗ് പണ്ടോട്ടേ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഫിലിം വർക്ക് ചെയ്യുന്ന, അപ്പൊ അതുകൊണ്ട് കുറെ എങ്ങനെയും പറയാം, അവര് അറിയാലോ അങ്ങനെ. പക്ഷെ ഞങ്ങള് പരിചയപ്പെടുന്ന ആളുകളെല്ലാം പറയും നമ്മള് ഈ ലുക്ക് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്, മാത്രമില്ല. അതെ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നാട്ടിൽ നിന്ന് ശങ്കിച്ചെങ്കിലും ഗ്രാജുവലി എന്തായാലും മുട്ടും. ബിക്കോസ് ഇനിയിപ്പോ നിങ്ങളെ ഇൻഡിവിജ്വൽ സീൻസ്, ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീൻസിലൊക്കെ കുറച്ചുകൂടെ കാണുമ്പോൾ പറഞ്ഞവരൊക്കെ എന്തായാലും വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കുറവാണ്. എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എന്തോ നാട്ടില് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും എനിക്ക് അത്ര സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടില്ല. എല്ലാരെയും ഒരുമിച്ച് പറയല്ല, എന്നാലും പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരു ഫീൽ തോന്നാറില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് എത്തി. ബേബി പാട്ട് പാടുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ ഞാൻ പേഴ്സണൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്, മുടിഞ്ഞു പോകാൻ വേണ്ടി പറയണ്ട, പറയാണ്ട് പാടാൻ പറ്റും. പാടുന്ന പോലെ ബേബി ബേബി മഹാപാപി പാപി തോന്യാവാസി കുലദ്രോഹി ദ്രോഹി, നീ നരച്ച് വെളുക്കട്ടെ, കഴിച്ച് കൊഴുക്കട്ടെ, അടപ്പ് തെറിച്ച് നടക്കട്ടെ, മനസ്സ് മടുക്കട്ടെ, പനിച്ചു കിടക്കട്ടെ, ചുമച്ചു മരക്കട്ടെ, പതുക്കെ മുടിയട്ടെ, തൊലയട്ടെ. ബേബി 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 ബേബി, നീ വാട്ട് ആർ യു ഡൂയിങ് ബേബി? ബേബി ബേബി ബേബി, നീ വാട്ട് ആർ യു ഡൂയിങ് ബേബി? നാട്ടാര് പ്രാഗണ് ബേബി, നിന്റെ വീട്ടാരും പ്രാഗണ് ബേബി. നാട്ടാര് പ്രാഗണ് ബേബി, നിന്റെ വീട്ടാരും പ്രാഗണ് ബേബി. ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് ഇങ്ങനെ എന്താ ക്യൂ കിട്ടിയത്? ഇത് പടത്തില് എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറഞ്ഞു ഈ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് ടൈമിന് അല്ലെ പാട്ടിന്? അത് മെയിനായിട്ടും ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മാമ്മയുടെ വോയിസിൽ, അങ്ങനത്തെ ഒരു വോയിസിൽ പാടണം എന്നാ പറഞ്ഞത്. പിന്നെ സീൻ കണ്ടോണ്ടാ പാടിയത്, സീൻ കാണിച്ചിട്ടാ പാടിയത്. നമ്മളതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും കുറെ പാടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൾമോസ്റ്റ് സിനിമയുടെ കുറെ ഭാഗങ്ങളൊക്കെ നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആര് ഡോറിൽ വന്നാ മുട്ടിയ? എങ്ങനെയായിരുന്നു അത്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അജഗജാന്തരം എന്ന് പറഞ്ഞ ആ സിനിമയിലെ ഉള്ളുള്ളേരുടെ ട്രാക്ക് പാടാൻ അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം പോയത്. അപ്പം അതിന് ശേഷം ഇടയ്ക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ട്രാക്കൊക്കെ ആണെങ്കിലും പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തെക്കൻ തല്ലികസ് എന്ന് പറഞ്ഞ മൂവിയിൽ എന്തരെന്ന് പറഞ്ഞിട്ട് സോങ്, അതായിരുന്നു എന്റെ ഫസ്റ്റ് പ്ലേ ബാക്ക്. അതന്നെ, ഉറപ്പായിട്ട് പാടാം. എന്തര് കണ്ണടെ ചങ്കി കുത്തി കേറും കുന്തം തന്നടെ, കുത്തി കൊന്ന് നൊങ്കു കുടിക്കല്ലേ, ഉള്ളില് ഊറണ് തോന സ്നേഹച്ചോരത്തോടടെ, തോട്ടില് വീണ് മുങ്ങി മരിക്കല്ലേ. അധികം ആൾക്കാർ മേ ബി അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതെ, അണ്ടർറേറ്റഡ് ആണ്. പക്ഷെ എന്റെ ഒരു പാടിയിരിക്കുന്ന പാട്ടില് ഭയങ്കര ഫേവറേറ്റ് സോങ് തന്നെയാണ്. ഫസ്റ്റ് സോങ് ആണ്.
അതുപോലെ തന്നെ ഈ പാട്ട് ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിലായതുകൊണ്ട് നമുക്കറിയില്ലോ, നമ്മൾ എറണാകുളമാണ്. അപ്പോൾ അൻവർ അലിക്കാണ് ഇതിൻ്റെ ലിറിക്സ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റിൻ ചേട്ടനും അൻവർ അലിക്കയും കൂടെ ഇരുന്ന് ഇതിൻ്റെ സ്ലാങ് ഒക്കെ ഒരുപാട് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ചോരന്ന്, അപ്പോൾ ചോര എന്നൊക്കെ ഇവിടെ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. തോട്ടിലെന്ന് പറഞ്ഞാൽ തോട്ടിൽ വീണ് എന്നൊക്കെ പാടിയേക്കണേ. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ അൻവർ അലിക്ക പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ പാടിയത്. കാര്യത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സുഹൃത്തുക്കളെ. इतना मजा क्यों आ रहा है, तूने हवा में भांग मिलाया, लगना नशा क्यों हो रहा है, आंखों से मीठा तूने खिलाया, ओ तेरी मलमल की कुर्ती गुलाबी हो गई, मंचली चाल कैसे नवाबी हो गई, तो बलम पिचकारी जो तूने मुझे मारी, तो सीधी सादी चोरी शराबी हो गई, जीन्स पहन के जो तूने मारा ठुमका, तो लड्डू पड़ोसन की भाभी हो गई. അപ്പം ഇൻട്രൊഡ്യൂസിങ് ദ തേർഡ് സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയും. ഇൻട്രൊഡ്യൂസിങ് അല്ല, ആക്ച്വലി ആൾക്കാർക്ക് അറിയാം. എന്നാലും എനിക്ക് ഈ ഫ്രെയിമിലേക്ക് ഒന്ന് ആളെ മുഖവും കൂടെ വേണമെന്ന് തോന്നി. കാരണം വരുന്നതിന് മുന്നേ നമുക്ക് ബാക്ക് വർക്കും അറിയാം. ആളും പാട്ട് പാടും. സിനിമയിലെ കോറസ് ചെയ്തിട്ടുള്ള 1-2 സംഭവങ്ങൾ പറയാമോ? ഹിൻഷ ഞങ്ങളുടെ അപ്പോ എവിടെ ചെന്നാലും ഉണ്ടാവും. അപ്പൊ ത്രിമൂർത്തികൾ പല പേരുണ്ട്. ഡെഡ്ലി കോമ്പിനേഷൻ എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ആളങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരില്ല. പാട്ട് പാടാനും ഇച്ചിരി കുറെ നിർബന്ധിച്ചാണ് വരും. മടിയാണ്. അപ്പൊ നമ്മള് നിർബന്ധിച്ചിട്ട് ആളെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം അല്ലെ? ഹിലാരി സിസ്റ്റേഴ്സിന്റെ കൂടെ വൈബ് ചെയ്യുന്ന സമയത്ത് ദിസ് കുഡ് ബി ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഫോർ മീ. കാരണം 3 ആളെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കിട്ടുക. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഹിന്ദിത്തന്റെ അടുത്താണ്, ഹിനിഷ അല്ലെ, ഹിനിഷന്റെ അടുത്താണെന്ന് എനിക്കറിയില്ല. ഐ വാസ് തിങ്കിങ് ഞാൻ ഹിന്ദിത്തനോടോ അവരോടോ 2-ഒരാളോടാണ് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടുള്ളതെന്ന്. സോ ദർ കംസ് ദ തേർഡ് പേഴ്സൺ. നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഈ ആളുടെ ഫേസ്. പക്ഷെ പാട്ടുകളിൽ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പേര് എഴുതിയതാണോ പാടിയതാണോ എന്ന് എനിക്കറിയില്ല. സംഭവം മടി കൊണ്ടാണെന്നാണ് പൊതു സംസാരം. പക്ഷെ എന്തുകൊണ്ടാ ക്യാമറന്റെ മുന്നിൽ വരാത്തെ? മുന്നിൽ വരാൻ കുറച്ച് പേടിയല്ല, മടിയാണ്. ആക്ച്വലി മടിയാണ്. സിനിമകളിൽ പാടിയിട്ടുള്ള ഇപ്പൊ സ്ത്രീ 2 പാടിയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ ഇവരുടെ കൂടെ പോകുമ്പോഴത്തേക്കും അങ്ങനെ എന്നെ പിടിച്ചിട്ട് പോണതാണ് ആക്ച്വലി. അതെ, കൂടുതലും മാക്സിമം ഞാൻ ഒഴിവാക്കി കളയും. എന്നാലും ചില സമയത്ത് ഇങ്ങനെ ആളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പവർ വേണം, അങ്ങനെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കയറാറുണ്ട്. മാനേജർ അല്ലേ? അതെ അതെ അതെ, ഞാനാണ് മാനേജർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങള് ചെറുപ്പത്തിലെ ഞങ്ങൾ തമ്മിലൊരു 2 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളില് ഇവള് 1ാം ക്ലാസ്സിൽ, ഞാൻ ഇപ്പം 3ാം ക്ലാസ്സിൽ, അങ്ങനെയൊക്കെ വരും. അപ്പൊ കോമ്പറ്റീഷൻ വരുമല്ലോ. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ചില സമയത്ത് ഇവക്ക് ഫസ്റ്റ്, എനിക്ക് സെക്കൻഡ്, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹിൻഷ LP-യിൽ വെച്ചിട്ട് ഹിൻഷ കലാതിലകമായിരുന്നു. അതെ, ഇടയ്ക്ക് വെച്ച് അതെ ഹിൻഷ കുറച്ച് വലിഞ്ഞു പോയതാ. ഇപ്പൊ വീട്ടിലിപ്പം അപ്പച്ചൻ പാടും. അപ്പൊ അപ്പച്ചനും അമ്മയൊക്കെ പറയും ഹിൻഷ പാടുന്ന പോലെ പാട് എന്നൊക്കെ എന്നോട് ചെറുപ്പത്തിലേ പറഞ്ഞിട്ട് ഓർക്കേണ്ട. പക്ഷെ ഹിൻഷ പിന്നീട് മടി പിടിച്ച പിന്നെ ഹിൻഷയ്ക്ക് താല്പര്യമില്ല. ഇൻട്രോവേർട്ട് അല്ല, എനിക്കിങ്ങനെ പാട്ടിന്റെ കാര്യത്തിൽ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകണം. ഞങ്ങളുടെ ഭയങ്കര സപ്പോർട്ട്, എന്താ പറയാ, നെടുന്തൂണാണ് ഹിൻഷ എന്ന് പറയുന്നത്. ഒരു ചെറിയ വിട്ട് പാടാവോ? ഉഭയ കുശല ചിരജീവന പ്രസുത പരിത മഞ്ജുളതര ശൃംഗാരേ ಸಂಜಾರೇ ಆದರ ರುಚಿದ ಮಧುರಿದ ಬಗ ಸುಧನ ಗನಗ ಪ್ರಸಮ ನಿರದ ಬಾಂಧವ್ಯೇ ಮಾಂಗಲ್ಯೇ ಮಮದ ಸದಿ ಸಮದ ಸಸಗ ಮುಗ ಮನಸುಗ ಸುಮನ ಲೈವ ಸುಸುದ ಸಹಿತ ಕಾಮಂ ವಿರಹರಹಿತ ಭಾವಂ ആനന്ദഭോഗം ആജീവകാലം പാഷാണുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാജ സിദ്ധിം കാമായേ. അപ്പോൾ സാധാരണയായിട്ട് പാട്ടുകളിൽ നിങ്ങൾ 3 സിസ്റ്റേഴ്സിന്റെ പേരും കാണും. പക്ഷെ നമ്മൾ ആസ് എൻ ഓഡിയൻസ് നമുക്ക് കാണുന്നത് നിങ്ങളെ 2 ആൾക്കാരെ മുഖമായിരിക്കും. ശരിക്കും ഇയാൾ പാർട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ 3 പേരുള്ളത് കൊണ്ട് ആ പേര് ആഡ് ഓൺ ആയി പോകുന്നതാണോ? ഇല്ല, ചില സമയത്ത് പാടാറുണ്ട്. ഇപ്പൊ ഓണമൂടിലൊക്കെ അതിന്റെ കോറസ് പാടി ഞങ്ങൾ 3 എന്ന് വെച്ചാല്
ഞങ്ങൾ 3 പേരും കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും ഇപ്പം ഈ വന്നതുപോലെ തന്നെ ഒരുമിച്ചായിരിക്കും പോണതൊക്കെ. ഞാനാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണത്, എല്ലാവരോടും സംസാരിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ കൂടെ പോകുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് ഹിൻഷയുണ്ടല്ലോ എന്നാ ഹിൻഷയും കൂടി പാടുന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഇപ്പം ഇരിക്കുന്നത് ഇവർ ഓൾറെഡി പാടുന്നത് കൊണ്ട് ചില സമയത്തൊക്കെ ഇവരിങ്ങനെ വരും, എടി ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ നീ ഗ്രൂപ്പിലൊന്ന് നോക്കിയ ഒരു സാധനം ഉണ്ട്, ഒരു സാധനം ഉണ്ട് ഗ്രൂപ്പിലെ ഒരു മോഡിഫിക്കേഷൻ. അപ്പൊ അതെ 3 പേരാണല്ലോ. അപ്പൊ ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി ഇവര് പാടി ഇറങ്ങിയ ഇതിന്റെ പാട്ടുകളുടെ ഇതില് ഹിംന ഹിലാരി, ഹിനിത ഹിലാരി, ഹിൻഷ ഹിലാരി. അപ്പൊ ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയും ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ക്രെഡിറ്റ്സ് വരാറുണ്ട്. എനിക്ക് തോന്നണ ഇവരുള്ളത് കൊണ്ട് അങ്ങനെ ചുമ്മാ പേര് വരുന്നതാണ്. അല്ലാണ്ട് ഇങ്ങനെ ചിലതിലൊക്കെ പാടാറുണ്ട്, എന്നാലും കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്റെ പേര് അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് പുറത്തു പോയാലും ഇവരെക്കാട്ടും കൂടുതൽ അറിയാവുന്ന ചിലപ്പോ ഒരാള് വന്നിട്ട് ഞങ്ങളിങ്ങനെ 3 പേരും കൂടെ ഹിൻഷല്ലേ. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇത്രയും ഞങ്ങള് പാട്ട് പാടിയിട്ട് ഞങ്ങൾ ഒരാൾ പോലും മനസ്സിലാക്കാറില്ല. ഇവളുടെ സ്റ്റോറി കാണാത്ത മനുഷ്യന്മാരില്ല, ഇവളറിയാത്ത ആളുകൾ. ഇവര് എന്ന് വെച്ചാൽ ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയാലും എൻ്റെ കയ്യിലാണ് കോണ്ടാക്ട്സ് ഒക്കെ കൂടുതലുള്ളത്. അപ്പൊ ഇവരെ ചേച്ചി ഇവരൊക്കെ പോകുമ്പോഴത്തേക്കും ഇവളുടെ ഫ്രണ്ട്സ് പറയും, അയ്യോ ഹിൻഷ ചേച്ചിയുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എനിക്ക് സ്റ്റോറി ഇയാളുടെ ഫ്രണ്ട്സ് ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയും ഹിൻഷയുടെ അത് കണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനിപ്പോ മുങ്ങും. കാരണം എന്തായാലും ഇവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തറിയ മീൻസ് സ്റ്റോറി ഒന്നും ഇടാറില്ല അധികം കൂടുതല. ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ വിശേഷമാണെങ്കിൽ എന്റെ അടുത്ത് വരണം. അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലേരി പാട്ടിന്റെ ട്രാക്ക് പാടിയിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും. ട്രാക്കല്ല, കോറസ്. ഇവളൊന്നും വന്നിട്ടില്ല ഇൻഡസ്ട്രിയിൽ. ഓക്കെ, എന്നാൽ അത് പാടിയിട്ട് നമുക്ക് മൈൻഡ് അപ്പ് ആക്കാം അല്ലെ. അകല് ബന്ധന കുചി ഇകല് ബന്ധന കുചി എന്നാവേ ബന്ധാടു എണ്ണള് പൊടുടാ. അകല് ബന്ധന കുചി ഇകല് ബന്ധന കുചി എന്നാവേ ബന്ധാടു എഴുന്നള് പൊടുടാ. താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ. ഉള്ളുള്ളറ് മാണിനങ്കരെ വിരിച്ചുപെട്ടുണ്ട് കയ മാണിനങ്കരെ. ഉള്ളുള്ളറ് മാണിനങ്കരെ വിരിച്ചുപെട്ടുണ്ട് കയ മാണിനങ്കരെ. മാണിനങ്കരെ തെങ്കാട്ടി കുമരനങ്കരെ, കുമരനങ്കരെ തെങ്കാട്ടി മാണിനങ്കരെ.